പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 22-ാം തീയതി ബുധനാഴ്ച. പ്രത്യേകമായി ഇന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, പുതിയൊരു പ്രഭാതം കാണാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ നല്ല ദിവസത്തിൽ അങ്ങേക്ക് ഹിതകരമായത് മാത്രം ചെയ്ത് അങ്ങയെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ വേണ്ട കൃപ നൽകണമേ. പോകുന്നിടത്തെല്ലാം അങ്ങയുടെ സംരക്ഷണം ഞങ്ങളോടൊപ്പം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 27-ാം വചനം ഇന്ന് ധ്യാനിക്കാം. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. തൻ്റെ പീഡാസഹനങ്ങളോട് അടുത്തു വരുന്ന സമയം ഗ്രീക്കുകാർ തങ്ങളുടെ നാട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. സഹനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ മുൻപിൽ. പക്ഷേ ദൈവിക പദ്ധതിയിൽ നിന്നും ഓടിയകലാൻ ഈശോ തയ്യാറായില്ല. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ സഹനങ്ങളുടെ സമയം വരാം. ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, അയൽപ്പക്ക പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഓടി ഒളിക്കാൻ തോന്നാറില്ലേ പലപ്പോഴും? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കാതെ ധൈര്യപൂർവ്വം അവ തരണം ചെയ്യാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. എല്ലാവർക്കും ഈശോയുടെ കൃപ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.